നമുക്ക് എത്ര വിവാഹം കഴിക്കാൻ പറ്റും? എത്ര വിവാഹം കഴിക്കാൻ പറ്റും? നമുക്ക് നല്ല ചോദ്യമല്ലേ? എത്ര പറ്റും? നമുക്ക് എത്ര വിവാഹം കഴിക്കാൻ പറ്റും? 4? നല്ല കോളായി. ഒരൊറ്റ ഒന്ന് 4 വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകാം. അതേസമയത്ത് എനിക്ക് ഒന്നിലധികം പറ്റൂല, ഒരു വിവാഹത്തിലധികം എനിക്ക് പറ്റൂല. നിങ്ങളെ കൂട്ടത്തിൽ 99% പറ്റൂല, ഒരു വിവാഹത്തിലധികം പറ്റൂല. അതുകൊണ്ട് ആരും ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇല്ല. അങ്കിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ. നിങ്ങൾക്ക് അതേ 2, 3, 4 വരെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം എല്ലാവർക്കും 4 വിവാഹം കഴിക്കാം എന്നല്ല. മറിച്ച് അതിനുള്ള സാഹചര്യവും ആരോഗ്യവും അതിനുള്ള നീതിബോധവും അതേപോലെ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ പെരുമാറാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒരേപോലെ വസ്ത്രം നൽകാനും ഒരേപോലെ കിടപ്പറ നൽകാനും ഒരേപോലെ ഭക്ഷണം കൊടുക്കാനും ഒരേപോലെ അവരുടെ വീട്ടിൽ ഹാജരാകാനും, ഒരു ദിവസം ഒരു ഭാര്യയുടെ സമീപത്ത് പോയാൽ പിറ്റേ ദിവസം മറ്റേ ഭാര്യയുടെ സമീപത്ത് പോകണം. ആ നിലക്ക് പരിപൂർണമായ നീതി പുലർത്താൻ സാധിക്കുന്നവരും അതിനാവശ്യമുള്ളവരും അതിന് സാഹചര്യം ഒത്തിണങ്ങുന്നവരും, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റുന്നത് ഒറ്റ വിവാഹമാണ്. ഒരു വിവാഹം തന്നെയും വാസ്തവത്തിൽ പറ്റാത്തവർ ഉണ്ടാകാം. അതിനാൽ എല്ലാവർക്കും 4 കെട്ടാം എന്നാരും വിചാരിക്കണ്ട. പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഏതായിരുന്നാലും 4 വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിന്റെ അർത്ഥം 4 കഴിക്കണം എന്നല്ല. ഫങ്കിഹു, നിങ്ങൾ അതേ ആ വിവാഹം കഴിച്ചോളൂ, 4 വരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ 4 കഴിക്കണം എന്നല്ല. നമ്മളൊരു പള്ളിന്റെ മുമ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ പോന്നവരെല്ലാം ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല, ഇവിടെയേ തുപ്പാവൂ എന്നാണ് അതിന്റെ അർത്ഥം. വേറെ ഒരു സ്ഥലത്തും തുപ്പരുത്, മുറ്റത്തൊക്കെ തുപ്പി നാശാക്കരുത്, ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നാണ് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇവിടെ തുപ്പല് സുന്നത്താണെന്നോ ഇവിടെ തുപ്പാതെ ഒരാളും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ ആ പറഞ്ഞതിന് അർത്ഥം ഇല്ല.